നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഓണ എക്സാമിനും അതുപോലെ പബ്ലിക് എക്സാമിനും ഒക്കെ ചോദിക്കുന്ന കോമൺ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ ചെന്ന് കാണും, എല്ലാവരും ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് മിക്കവാറും ചില ടീച്ചേഴ്സ് ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആയിരിക്കും പഠിപ്പിച്ച് തുടങ്ങിയേക്കുന്നത്. അതത്ര രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നും അല്ല. കാരണം അതിൻ്റെ നമുക്ക് പ്ലസ് വണ്ണിൽ പഠിച്ച ആ റിലേഷൻസിന്റെ ഇത്ര ടഫായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതിനൊക്കെ നല്ലത് ആദ്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ മെട്രിക്സ് തന്നെയാണ്. ഇപ്പൊ ചില സ്കൂളുകളിൽ അതും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ടീച്ചേഴ്സ് ഓരോ രീതി കൂടെയൊക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിച്ചോണം. ഈ ചാപ്റ്ററിലെ എത്ര മാർക്ക് എക്സാമിന് വരും, ഏത് ക്വസ്റ്റ്യൻ ആണ് എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും അറിഞ്ഞ് പഠിച്ചാൽ എക്സാമിന് എത്തുമ്പോൾ നമ്മൾ വളരെ കുറച്ച് പഠിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ പറ്റും. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. മാത്സിനെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം, എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട്. രണ്ടാമത് നിങ്ങൾക്ക് എല്ലാ എക്സാമിന് വേണ്ട ക്വസ്റ്റ്യൻസുകളും എല്ലാം തന്നാണ് നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഏതൊരാൾക്കും ഫുൾ മാർക്ക് വാങ്ങാൻ വളരെ ഈസി ആയിരിക്കും. ജോയിൻ ചെയ്യാൻ നമ്മുടെ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, ഫൈൻഡ് എക്സ് വൈ ഇസഡ് ഇഫ് 2 into x 3a y z പ്ലസ് 1 4 2 3 3 into 1 2 0 -1. മെട്രിക്സ് പഠിച്ചു തുടങ്ങിയവർക്ക് ഓക്കെയാണ്, ചിലർക്ക് അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, അവർക്ക് ഈസി ആയിരിക്കും. നോക്കിയോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ പുറത്ത് കിടക്കുന്ന നമ്പർ ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ടല്ലോ. ഈ 2നെ ഇവിടെ അകത്തോട്ട് ഇൻറ്റു ചെയ്യണം, ഈ 3യെയും അകത്തോട്ട് ഇൻറ്റു ചെയ്ത് മെട്രിക്സിന് പുറത്ത് കിടക്കുന്നതിനെല്ലാം അകത്താക്കണം. ഓക്കെ, അപ്പൊ ഇൻറ്റു ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് 2 into x, ദാറ്റ് ഈസ് 2x, 2 into 3 6, 2 into y 2y, 2 into z 2z പ്ലസ് ഇതിനെ അതേപോലെ തന്നെ എഴുതാം 1 4 2 3 ഇസ് ഈക്വൽ ടു, ഇവിടെ ആകുമ്പോൾ നോക്കി 3 അകത്തോട്ട് ഇൻറ്റു ചെയ്യണം. നമ്മളൊരു സാധാരണ ഒരു നമ്പർ ബ്രാക്കറ്റിനുള്ളിലോട്ട് ഇൻറ്റു ചെയ്യത്തില്ലേ മുഴുവൻ ടേംസിനെയും, അതേപോലെ മെട്രിക്സിനുള്ള ഇവിടെ 4 പേരുണ്ടെങ്കിൽ ഈ 4 പേരെയും 3 കൊണ്ട് അകത്തോട്ട് ഇൻറ്റു ചെയ്യണം. ദാറ്റ് ഈസ് 3 അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 3 into 1 3, 3 into 2 6, 3 into 0 0, 3 into -1 -3. ഓക്കെ, 3 into 1 3 into 2 3 into 0 3 into -1. ഓക്കെ, ഇത് നോക്കിക്കേ, ലെഫ്റ്റ് സൈഡ് രണ്ട് മെട്രിക്സുകൾ പ്ലസ് ആയിട്ട് കിടക്കാം. ഒന്നാക്കണം. ഒന്നാക്കുമ്പോൾ നോക്കിക്കേ, മറ്റേ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റും തമ്മിൽ ആഡ് ചെയ്യുക, സെക്കൻഡും തമ്മിൽ ആഡ് ചെയ്യുക, തേർഡും തമ്മിൽ ആഡ് ചെയ്യുക, ഫോർത്തും തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, അത് വരുമ്പോൾ 2x + 1 ആണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ് കേട്ടോ. 2x + 1 ഫസ്റ്റ് എലമെന്റ് ഇവിടെ 2x, ഇവിടെ എത്രയാണ് 1. അടുത്ത 6 + 4 ആരാമനെ 10. അടുത്ത 2y + 2. ഓക്കെ, അടുത്ത 2z + 3. അത് ഓക്കെ ആയി. ഈസ് ഈക്വൽ ടു 3 6 0 -3. അത് ഓക്കെ ആയല്ലോ. ഇവിടെ ഞാനൊന്ന് ഈ രണ്ട് കണ്ട് ഇവിടെ ഇത് വേരിയബിളാ, ഇത് വേരിയബിളാ അല്ലെ, ഇത് നമ്പറാ. അതേ പൊസിഷൻ ഇവിടെ നമ്പർ ഇല്ലയോ, ഇത് തമ്മിൽ ഈക്വൽ ആവേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാനപ്പോ അതിനനുസരിച്ച് ചുമ്മാ ഒന്ന് മാറ്റുകയാണ്. ഇവിടെ 6 അല്ലേ, അപ്പൊ ഇവിടെ 2 ആക്കാം കേട്ടോ. 2 + 4 6. ഓക്കെ, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇവിടെയും നിങ്ങൾക്ക് 1 ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർ ആയി. കാരണം ഇത് കണ്ടോ, നമ്പറുകളാണ് ഈ രണ്ട് പൊസിഷൻ. എപ്പോഴും രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവുമ്പോൾ പൊസിഷൻ വൈസും ഈക്വൽ ആവണം. അപ്പൊ പൊസിഷൻ വൈസ് ഈക്വൽ ആവെന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഈക്വലാണ്, ഇത് തമ്മിൽ ഈക്വലാണ്, ഇത് തമ്മിൽ ഈക്വലാണ്, ഇത് തമ്മിൽ ഈക്വലാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് കേസ് നമ്പറിന്റെ കേസാണ്. അപ്പൊ രണ്ട് നമ്പർ തമ്മിൽ തുല്യമാകണം എന്നുണ്ട് കേട്ടോ. അതൊന്നും അവിടെ നമ്മുടെ പ്രോബ്ലത്തെ ബാധിക്കുന്നതല്ല, പിന്നെ കറക്റ്റ് ആക്കിക്കോണം വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ആൻ ഇക്വേഷൻ സോൾവിങ്, വി ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. ഫസ്റ്റ് നോക്കിക്കോ, ദാറ്റ് ഈസ് 2x + 1 ഈസ് ഈക്വൽ ടു 3. ഇതാ നമ്മൾ കണ്ട 2x + 1 ഈക്വൽ 3. അവിടുന്ന് 2x ഈക്വൽ ടു 3 - 1, ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 2 ഓർ x ഈക്വൽ ടു 2/2. ആൻസർ ഈസ് 1. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി എത്ര വരെ 1. ഇത് തമ്മിൽ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ എക്സിന്റെ വാല്യൂ 1 കിട്ടി. അടുത്തത് 2y + 2 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് 2y + 2 ഈക്വൽ ടു 0. സെക്കൻഡ് 2y + 2 ഈക്വൽ 0. അവിടുന്ന് 2y ഈസ് ഈക്വൽ +2 അപ്പുറം നമ്മൾ -2 ഓർ y ഈസ് ഈക്വൽ ടു -2/2. ആൻസർ ഈസ് -1. ഇപ്പൊ രണ്ടാമത്തെ പൊസിഷനും ഇക്വേറ്റ് ചെയ്ത് നോക്ക്. ഇനി മൂന്നാമത്തെ 2z + 3 ഈക്വൽ ടു -3. മൂന്നാമത്തെ ആണ് 2z + 3 ഈക്വൽ ടു -3.
അവിടുന്ന് +3 അപ്പുറത്ത് പോകുമ്പോൾ ദാറ്റ് ഈസ് 2z ഈസ് ഈക്വൽ ടു അപ്പുറത്തെ ആദ്യം എഴുതണം -3. ഈ +3 അപ്പുറത്ത് -3 ദാറ്റ് ഈസ് 2z ഈക്വൽ ടു -6. z ഈക്വൽ ടു -6/2. ആൻസർ ഈസ് -3. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സോൾവ് ചെയ്ത് കിട്ടുന്നതിന് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഉറപ്പാണ്. ഇപ്പൊ 3 പേരെ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ മിക്കവാറും ഒരു 3 മാർക്ക് തരുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ ഈസി ആയിട്ടുള്ളത് കൊണ്ട് കുറെ ടഫ് ആയിട്ടുള്ളതുകൊണ്ട് എല്ലാം കൂടെ ചെയ്തതാണ്. ഈ ചാപ്റ്ററിൽ നിന്നും പബ്ലിക് എക്സാമിന് ഏകദേശം 7 മാർക്കുണ്ട്. ഇങ്ങനെയുള്ള കുറേ ചാപ്റ്റേഴ്സുകൾ നമുക്ക് ഈസി ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്ത് അതിനുള്ളിൽ നിന്ന് എക്സാമിന് വരുന്നതിന് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ഏത് ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും ഫുൾ മാർക്കിലെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ജോയിൻ ചെയ്യാം, മനസ്സിലായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.